മലയാളികൾ എന്താ ഇങ്ങനെ? 2 ആഴ്ച മുൻപ് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണിത്. ഞാനപ്പോൾ അവനോട് ചോദിച്ചു, നീ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ മലയാളികൾ എങ്ങനെയാണെന്ന്? അല്ലടാ, നമ്മളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, എല്ലാ വിഷയങ്ങളെപ്പറ്റിയും അഭിപ്രായമുള്ളവരാണ്, വളരെ അംബീഷ്യസ് ആണ്. അതേസമയം തന്നെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടും, അവരെപ്പറ്റി കുശുമ്പ് പറയും, ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കടിക്കും. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് 2 ലാർജ് അടിക്കും, എന്നിട്ട് പോയി കിടന്നുറങ്ങും. നമ്മൾ എന്താ ഇങ്ങനെ? ഇത് ചില്ലറ ചോദ്യമൊന്നുമല്ല. സ്വയം ഉണ്ടായ ഒരു തിരിച്ചറിവിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന നല്ല ആഴവും പരപ്പുമുള്ള വളരെ ബഹുമാനം അർഹിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇതിനുള്ള ഉത്തരം കണ്ടെത്താൻ താത്വികമായ ഒരു അവലോകനം തന്നെ വേണം. ഞാനത് നടത്തി, ഉത്തരവും കിട്ടി. ഞാൻ നടത്തിയ അവലോകനവും അതിലൂടെ എനിക്ക് കിട്ടിയ ഉത്തരവുമാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം. പറയട്ടെ. ആദ്യം അവലോകനം. മലയാളിക്ക് ലോകത്തെവിടെയും കടന്നു ചെല്ലാം. മാഞ്ചസ്റ്ററിലെ ഒരു ഹോസ്പിറ്റൽ, ദുബായിലെ ഒരു IT ഓഫീസ്, ഖത്തറിലെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ്, ടൊറോണ്ടോയിലെ ഒരു യൂണിവേഴ്സിറ്റി, മെൽബണിലെ ഒരു ചർച്ച് ഹാൾ, നമ്മുടെ കൊച്ചിയിലെ ഒരു ഫാമിലി ഗ്യാതറിംഗ്, എവിടെയുമായിക്കോട്ടെ നമ്മൾ അവിടെ എത്തുന്നു. നമ്മൾ അവിടുത്തെ ഒരു സ്വന്തക്കാരനോ സ്വന്തക്കാരിയോ ആയി മാറുന്നു. നമുക്കിതെങ്ങനെ സാധിക്കുന്നു? നമ്മൾ മലയാളികളുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ വേരിറക്കി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് ഇതിൻ്റെ കാരണം. അതിൻ്റെ പേരാണ് സർവൈവൽ മെക്കാനിസം അഥവാ അതിജീവന തന്ത്രം. ഈ തന്ത്രം വെറുമൊരു തന്ത്രമല്ല. വിദ്യാഭ്യാസം, സൂക്ഷ്മ നിരീക്ഷണം, ആംബിഷൻ, പ്രാക്ടിക്കൽ തിങ്കിങ്, സോഷ്യൽ കമ്പാരിസൺ, പൊളിറ്റിക്കൽ അവയർനെസ്, ഗ്ലോബൽ മൊബിലിറ്റി, എല്ലാത്തിനുമുപരി പുച്ഛം, ഇവയെല്ലാം കൃത്യമായ അനുപാതത്തിൽ കൂടിച്ചേർന്നുണ്ടായതാണ് നമ്മുടെ സർവൈവൽ മെക്കാനിസം. സൂര്യന് താഴെയുള്ള ഒരു വിഷയവും നമുക്ക് ചെറുതല്ല. കപ്പ, മീൻകറി, ബീഫ് ഉലർത്തിയത്, ബിരിയാണി, നെയ്ച്ചോർ, രാഷ്ട്രീയം, എക്കണോമിക്സ്, പെട്രോൾ വില, ഉള്ളിവില, സാമ്പാർ, വെളിച്ചെണ്ണ, കൊളസ്ട്രോൾ, ലിവർ ഹെൽത്ത്, ചായ, പഴംപൊരി, KSRTC, ഡൊണാൾഡ് ട്രംപ്, വിഷയം ഏതുമായിക്കോട്ടെ മണിക്കൂറുകൾ നീളുന്ന ഒരു ചർച്ചയ്ക്ക് നമ്മൾ തയ്യാർ. വിരോധാഭാസം അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ നമ്മുടെ DNA-യിൽ തന്നെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതായത് നമ്മൾ വളരെ ഇമോഷണലായി ചിന്തിക്കുന്നവരാണ്, പക്ഷെ പ്രാക്ടിക്കലായി ചിന്തിക്കാനാണ് നമുക്കിഷ്ടം. നമ്മൾ ഹൈലി ആംബിഷ്യസ് ആണ്, പക്ഷെ മറ്റുള്ളവരുടെ ആംബിഷനെ പരിഹസിക്കാൻ നമുക്കൊരു മടിയുമില്ല. നമുക്ക് ഉയർന്ന സ്റ്റാറ്റസ് വളരെ ഇഷ്ടമാണ്, പക്ഷെ ഉയർന്ന സ്റ്റാറ്റസ് ഉള്ളവരെ നമുക്ക് സംശയമാണ്. നമ്മുടെ കൾച്ചറിനെ ഒരു വാചകത്തിൽ ഒതുക്കാൻ പറ്റുമെങ്കിൽ അതൊരു പക്ഷേ ഇതായിരിക്കും: അച്ചീവ് ഗ്രേറ്റ്നെസ് ബട്ട് റിമെയിൻ സൈക്കോളജിക്കലി അവൈലബിൾ ഫോർ ക്രിറ്റിസിസം. എത്ര വലിയ ആളായാലും വിമർശനവും പരിഹാസവും നേരിടാൻ എപ്പോഴും തയ്യാറായിരിക്കണം. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. നന്നായി പഠിച്ച് നഴ്സിംഗ് ഡിഗ്രി കരസ്ഥമാക്കിയ ഒരു മലയാളി പെൺകുട്ടി. അവൾ UK-യിലേക്ക് മൂവ് ചെയ്യുന്നു, നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്നു, നാട്ടിലേക്ക് പണം അയക്കുന്നു, കല്യാണം കഴിക്കുന്നു, 2 കുട്ടികൾ ഉണ്ടാവുന്നു, കുട്ടികളെ വളർത്തുന്നു, സ്വന്തം ഹൗസ് ഹോൾഡ് ബഡ്ജറ്റ് ഒരു CFO-നെ പോലെ മാനേജ് ചെയ്യുന്നു. പക്ഷെ നാട്ടിലുള്ള ബന്ധുക്കൾ ആ കുട്ടിയോട് ചോദിക്കും, മോളെ, എന്താണ് നിന്റെ ലോങ് ടേം പ്ലാൻ? ഇമിഗ്രേഷൻ കടമ്പകൾ കടന്ന് സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും അകന്ന് ഒരു വിദേശ രാജ്യത്ത് വന്ന് ഒരു ലൈഫ് പടുത്തുയർത്തി 2 കുട്ടികളെ വളർത്തി 3 തലമുറകളെ ഫൈനാൻഷ്യലിയും ഇമോഷണലിയും സ്റ്റേബിളാക്കി. പക്ഷെ നമുക്കിതൊന്നും പോരാ. ദർ ഈസ് ഓൾവേസ് എ നെക്സ്റ്റ് മൂവ്. കൂടുതൽ സാലറി കിട്ടുന്ന ഒരു ജോലി, ഒരു സേഫർ ഇൻവെസ്റ്റ്മെന്റ്, 2ാമത്തെ വീട്, 3ാമത്തെ കുട്ടി. സെറ്റിൽ ഡൗൺ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമേ അല്ല, പ്രത്യേകിച്ചും മറ്റുള്ളവർ. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. നമ്മൾ മലയാളികൾ ഒരു കല്യാണ ചടങ്ങിന് പോകുന്നത് അതിൽ വെറുതെ പങ്കെടുക്കാൻ മാത്രമല്ല, ആ കല്യാണം ഓഡിറ്റ് ചെയ്യാൻ കൂടിയാണ് നമ്മൾ പോകുന്നത്. കല്യാണ സ്ഥലത്ത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: സദ്യക്ക് എത്ര വിഭവങ്ങൾ ഉണ്ടായിരുന്നു, വിഭവങ്ങൾക്ക് രുചിയുണ്ടായിരുന്നു, വധുവിൻ്റെ നിറം, വരൻ്റെ ജോലി, സ്ഥാനം, ശമ്പളം, പൊക്കം, വരൻ്റെയും വധുവിൻ്റെയും കുടുംബ പാരമ്പര്യം, എല്ലാത്തിനുമുപരി ഗോൾഡ് ടു ഇൻകം റേഷ്യോ ഓൺ ഡിസ്പ്ലേ. നമ്മുടെ ഈ പെരുമാറ്റങ്ങളുടെ കാരണം അഹങ്കാരമോ ക്രൂരതയോ അല്ല, മറിച്ച് നമ്മൾ, അതായത് കേരളത്തിലെ ജനത, ശരാശരിയിലും ഉയർന്ന ലെവലിൽ ഇമോഷൻസ് ഫീൽ ചെയ്യുന്നവരായതുകൊണ്ടാണ്. വികാരം പ്രകടിപ്പിക്കുവാനും ഏത് വിഷയത്തെപ്പറ്റിയും മണിക്കൂറുകളോളം വികാരാധീനരായി സംസാരിക്കുവാനും നമുക്ക് മടിയില്ല. ആ വിഷയം നമ്മളെ ബാധിക്കുന്നതല്ല എങ്കിൽ പോലും. ഓർക്കണം, അർജന്റീന വേൾഡ് കപ്പ് ജയിച്ചതിൽ അർജന്റീനക്കാരെക്കാൾ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മൾ. നമ്മുടെ കൾച്ചറിൽ ലൈഫിൻ്റെ സെക്യൂരിറ്റിക്കും സ്റ്റെബിലിറ്റിക്കും നമ്മൾ കൊടുക്കുന്ന വില വളരെ വലുതാണ്. അത് രണ്ടും നേടിയെടുക്കാൻ നമ്മൾ എന്ത് ത്യാഗവും സഹിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം നയിക്കുന്ന എത്രയോ മലയാളി സഹോദരങ്ങളുണ്ട്, നമുക്കെല്ലാം അറിയാം. അവരുടെയൊക്കെ ലക്ഷ്യം ഒന്നാണ്: ഫാമിലിയെ കഷ്ടപ്പാടിൽ നിന്നും കരകയറ്റുക, ജീവിതം മെച്ചപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ആൻഡ് മൈഗ്രേഷൻ, ഇത് രണ്ടും നമ്മുടെ കൾച്ചറിൻ്റെയും സൊസൈറ്റിയുടെയും ഭാഗമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരേ സമയം ഇൻസ്പയറിങ്ങുമാണ്, എക്സോസ്റ്റിങ്ങുമാണ്. ഒരു മലയാളിയോട് ഒരു സഹായമോ അഭിപ്രായമോ ചോദിച്ചാൽ അതെന്തുമായിക്കോട്ടെ, CV റൈറ്റിംഗ്, മോർട്ട്ഗേജ് അഡ്വൈസ്, ഒപ്പീനിയൻ ഓൺ സ്കൂൾസ്, ഒപ്പീനിയൻ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നമുക്ക് ലഭിക്കും. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിനെ പറ്റിയുള്ള ധാരാളം ചോദ്യങ്ങളും ഉണ്ടാവും. കാരണം നമ്മുടെ കൾച്ചറിൽ പേഴ്സണൽ ബൗണ്ടറീസിന് വലിയ സ്ഥാനമില്ല.
ഇത് നമ്മുടെ ഒരു പോരായ്മയാണെന്ന് വേണമെങ്കിൽ ആരോപിക്കാം, പക്ഷേ ഇതിന് ചില അഡ്വാൻറ്റേജസും ഉണ്ട്. ഒരു സിറ്റിയിൽ വെറും 10 മലയാളികൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക, നോ പ്രോബ്ലം. ആ 10 പേർ ചേർന്ന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും, ഒരു ബാഡ്മിൻ്റൺ ക്ലബ് ഉണ്ടാക്കും, ഒരു മലയാളി അസോസിയേഷൻ ഉണ്ടാക്കും, എല്ലാ കൾച്ചറൽ ഫെസ്റ്റിവൽസും ഒരുമിച്ച് ആഘോഷിക്കുകയും ചെയ്യും. ആ സിറ്റിയിലേക്ക് വരുന്ന 11ാമത്തെ മലയാളിക്ക് ഒരു വാടക വീട് കണ്ടുപിടിക്കുന്നതോ, ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതോ, ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുന്നതോ, കൊതി തോന്നുമ്പോൾ ഒരു ഹോം മെയ്ഡ് കപ്പയും മീൻകറിയും സംഘടിപ്പിക്കുന്നതോ ഒന്നും ഒരു പ്രശ്നമായിരിക്കില്ല. നമ്മൾ പരസ്പരം പുച്ഛിക്കും, പരിഹസിക്കും, വഴക്കുണ്ടാക്കും, ഒരു കാര്യവുമില്ലാതെ പിണങ്ങും. പക്ഷെ ഒരു മലയാളിക്ക് ഒരു പ്രശ്നമുണ്ടായാൽ കുറഞ്ഞത് 10 മലയാളികളെങ്കിലും ഉണ്ടാവും സഹായിക്കാൻ. ആളുകൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഈ കാലത്ത് നമ്മുടെ ഈ സാമൂഹ്യ ബോധം വളരെ വിലയേറിയതാണ്. എൻ്റെ അവലോകനം കഴിഞ്ഞു. ഇനി ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് നോക്കാം. നമ്മൾ മലയാളികൾ എന്താ ഇങ്ങനെ? കാരണം കേരളവും അവിടുത്തെ സമൂഹവും നമ്മളെ പഠിപ്പിക്കുന്നത് ചിന്തിക്കാനും, മത്സരിക്കാനും, നിരീക്ഷിക്കാനും, വിശകലനം ചെയ്യാനും, മൈഗ്രേറ്റ് ചെയ്യാനും മാത്രമല്ല, ഇതിനോടൊക്കെ ഒപ്പം തന്നെ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനും, കഷ്ടപ്പാടുകൾ അതിജീവിക്കാനും, ചിരിക്കാനും, ആഘോഷങ്ങൾക്ക് സമയം കണ്ടെത്താനും കൂടിയാണ്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് സ്നേഹവും ശകാരവും ഒരേ വാക്യത്തിൽ തന്നെയാണ് തരാറുള്ളത്. നമ്മൾ പഠിക്കുന്നത് ജീവിതത്തിൽ വിജയിക്കണം എന്ന് മാത്രമല്ല, ആ ജീവിതം വിനയത്തോടുകൂടി ഫാമിലിയോടൊപ്പം സന്തോഷമായി ജീവിക്കണം എന്നുകൂടിയാണ്. നമ്മുടെ എല്ലാം മനസ്സ് രണ്ടായി തിരിച്ചാൽ ഒരു ഭാഗത്ത് അഭിമാനവും മറുഭാഗത്ത് അപകർഷതാബോധവും ഉണ്ടാവും. ഒരു ഭാഗത്ത് ആത്മവിശ്വാസവും മറുഭാഗത്ത് പേടിയും ഉണ്ടാവും. ഒരു ഭാഗത്ത് ലക്ഷ്യബോധവും മറുഭാഗത്ത് കുഴഞ്ഞു മറിഞ്ഞ ചിന്തകളും ഉണ്ടാവും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ശരിക്കും പച്ച മനുഷ്യരാണ്. ചരിത്രം, ഫാമിലി, വിദ്യാഭ്യാസം, മൈഗ്രേഷൻ, കൾച്ചർ ഇവയെല്ലാം കൂടിച്ചേർന്നപ്പോൾ ഉണ്ടായതാണ് കൂർമ്മ ബുദ്ധിക്കാരായ, എന്ത് പ്രതിസന്ധിയും നേരിടാൻ കഴിവുള്ളവരായ, സെന്റിമെന്റലായ, മത്സര ബുദ്ധിക്കാരായ, തമാശക്കാരായ, ചില സമയങ്ങളിൽ ചെകിടത്തൊന്ന് പൊട്ടിക്കണം എന്ന് മറ്റുള്ളവരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന പച്ച മനുഷ്യരായ മലയാളികൾ. നമ്മളെ വെറും ഒരിക്കൽ കണ്ടുമുട്ടുന്നവർ പോലും നമ്മളെ മറക്കാനാവില്ല എന്ന് പറയാറുള്ളത് ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും. നമുക്കൊരു ചായ കുടിച്ചാലോ?